നമസ്കാരം. സ്പിരിച്വൽ ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറും ഒരു തൊടുകുറി ശാസ്ത്രമല്ല. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും പ്രപഞ്ച ശക്തികളും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ 2 ചിത്രങ്ങൾ കാണാം. ഒന്നാമത്തേത് ഒരു സിംഹത്തിന്റെ ചിത്രമാണ്. രണ്ടാമത്തേത് ശാന്തമായി നിൽക്കുന്ന ഒരു ആനയുടെ ചിത്രവും. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ പതുക്കെ അടച്ച് ദീർഘമായി ഒന്ന് ശ്വാസമെടുക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ആ ഒരു ചിത്രം ഏതാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾ ഇതിൽ ഒരു ചിത്രം തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കുള്ള ഉത്തരവും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില നിർണായകമായ കാര്യങ്ങളുമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു തിരിച്ചറിവായിരിക്കാം ഈ നിമിഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചിത്രമായ സിംഹത്തെ തിരഞ്ഞെടുത്ത ആളുകളോടാണ് ആദ്യം സംസാരിക്കുന്നത്. സിംഹം എന്ന കാട്ടുരാജാവിനെ നിങ്ങളുടെ ഉപബോധ മനസ്സ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം വളരെ സവിശേഷമാണ്. ആസ്ട്രോളജിക്കലി നോക്കിയാൽ നിങ്ങളുടെ ജാതകത്തിൽ സൂര്യന്റെയും ചൊവ്വയുടെയും സ്വാധീനം കൂടുതലായി കാണാൻ സാധിക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ വളരെ ശക്തരാണ്, എന്തിനേയും നേരിടാൻ ധൈര്യമുള്ളവരാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നും. എന്നാൽ മാനസികമായി നിങ്ങൾ ഒരുപാട് വേദനകൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് സത്യം. നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് കഷ്ടപ്പാടുകളും ഒറ്റപ്പെടലുകളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കുടുംബത്തിലായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ നിങ്ങൾ തയ്യാറാണ്. സ്വന്തം കയ്യിൽ ഒന്നുമില്ലെങ്കിലും മറ്റൊരാളുടെ വിഷമം കണ്ടാൽ ഓടിച്ചെന്ന് സഹായിക്കുന്ന പ്രകൃതമാണ് നിങ്ങളുടേത്. എന്നാൽ നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ സഹായിച്ച ആളുകൾ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായി ഒരുപാട് കഷ്ടപ്പാടുകൾ നിങ്ങൾ അനുഭവിച്ചിരിക്കാം. എത്രയൊക്കെ കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ചാലും അത് കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ആ പണം ചിലവായി പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ട്. സൈക്കോളജിക്കലി പറഞ്ഞാൽ നിങ്ങളൊരു ഓവർ ഗിവറാണ്. ആഗ്രഹിക്കാത്തവർക്ക് പോലും നിങ്ങളുടെ സമയവും സ്നേഹവും നിങ്ങൾ വാരിക്കോരി കൊടുക്കും. അവസാനം തിരികെ ലഭിക്കുന്നത് വലിയ മാനസിക സമ്മർദ്ദങ്ങളും വേദനകളും മാത്രമായിരിക്കും. ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും അവസാന നിമിഷം കൈവിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കണ്ണീരോടെ നിങ്ങൾ പല രാത്രികളിലും ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശുഭകരമാണ്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വലിയൊരു പ്രതിഫലത്തിന്റെ സമയമാണ് ഇനി വരുന്നത്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന നിങ്ങളുടെ പല കാര്യങ്ങളും ഇനി നടക്കാൻ തുടങ്ങും. സാമ്പത്തികമായി വലിയൊരു മുന്നേറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പതുക്കെ മാറി തുടങ്ങുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. കരിയറിലോ ബിസിനസ്സിലോ നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരുന്ന ആ ഒരു അംഗീകാരം നിങ്ങളെ തേടിയെത്തും. പക്ഷേ ഈ വരുന്ന നല്ല സമയത്ത് നിങ്ങൾ കർശനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ദോഷം എന്നത് നിങ്ങളുടെ പെട്ടെന്നുള്ള ദേഷ്യമാണ്. ചില സമയങ്ങളിൽ ദേഷ്യം വന്നാൽ പിന്നെ നിങ്ങൾ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു നിയന്ത്രണവും ഉണ്ടാകില്ല. ഇത് നിങ്ങളുടെ പല നല്ല ബന്ധങ്ങളെയും ഇല്ലാതാക്കും. അതിനാൽ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾ ശീലിക്കുക. രണ്ടാമത്തെ കാര്യം, ആരെയും പെട്ടെന്ന് അന്ധമായി വിശ്വസിക്കരുത്. നിങ്ങളുടെ പ്ലാനുകൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്നിവ അത് നടക്കുന്നത് വരെ മറ്റുള്ളവരോട് മാക്സിമം പറയാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന ഒരുപാട് പേർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. കണ്ണേറ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം ഇതൊക്കെ പെട്ടെന്ന് ഏൽക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത്. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷങ്ങൾ അമിതമായി മറ്റുള്ളവരെ കാണിക്കാതിരിക്കുക. നിങ്ങളൊരു സിംഹത്തെ പോലെയാണ്. സിംഹം ചിലപ്പോൾ 2 ചുവട് പിറകോട്ട് വെക്കുന്നത് പേടിച്ചിട്ടല്ല, കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയാണ്. ഇതുവരെയുള്ള നിങ്ങളുടെ പരാജയങ്ങളെല്ലാം ആ ഒരു പുറകോട്ട് വെക്കലായിരുന്നു.
ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള കുതിപ്പാണ്. നെഗറ്റീവായി ചിന്തിക്കുന്ന ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ദിവസവും കുറച്ചു നേരം ധ്യാനിക്കാനോ പ്രാർത്ഥിക്കാനോ ഒക്കെയായി സമയം കണ്ടെത്തുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. വിജയം നിങ്ങളെ തേടി വരും. ഈ പൊതുവായ ഫലങ്ങൾക്കപ്പുറം നിങ്ങളുടെ ജനന തീയതിയും സമയവും വെച്ച് നിങ്ങളുടെ ജാതകത്തിലെ ദശ അപഹാരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതിലെ ദോഷങ്ങൾക്ക് അനുയോജ്യമായ പരിഹാരങ്ങൾ ചെയ്യാനും കൂടുതൽ കൃത്യമായ വ്യക്തിപരമായ മാർഗനിർദ്ദേശങ്ങൾക്കും നിങ്ങൾക്ക് ആത്മീയം ആസ്ട്രോ കൺസൾട്ടൻസിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി ഒരു പുതിയ ദിശ കാണിച്ചു തരാൻ തീർച്ചയായും ആത്മീയം ആസ്ട്രോ കൺസൾട്ടൻസിയിലൂടെ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ചിത്രമായ ആനയെ തിരഞ്ഞെടുത്ത ആളുകളോട് സംസാരിക്കാം. ആനയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ വളരെ ശാന്തമായ എന്നാൽ അതിയായ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ജ്യോതിഷപരമായി നോക്കിയാൽ വ്യാഴത്തിൻ്റെയും ചന്ദ്രന്റെയും ഒരു പ്രത്യേക സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. നിങ്ങൾ എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാനോ വെറുതെ മറ്റുള്ളവരുമായി വഴക്കിടാനോ ഒന്നും നിങ്ങൾക്കൊട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരു പ്രകൃതമായിരിക്കും നിങ്ങളുടേത്. എന്നാൽ സൈക്കോളജിക്കലി നോക്കുമ്പോൾ നിങ്ങൾ വലിയൊരു ഓവർ തിങ്കറാണ്. എന്ത് ചെറിയ കാര്യവും മനസ്സിലിട്ട് ആവശ്യമില്ലാതെ ചിന്തിച്ച് കാട് കയറ്റുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. പഴയ കാലത്തെ ചെറിയ ചെറിയ വിഷമങ്ങൾ പോലും നിങ്ങൾ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല. ആനയുടെ ഓർമ്മശക്തി പോലെയാണത്. വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളെ ആരെങ്കിലും സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വാക്ക് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു മുറിവായി കിടപ്പുണ്ടാകും. കഴിഞ്ഞ കാല ജീവിതത്തിൽ നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ചുള്ള ഒരു അംഗീകാരം നിങ്ങൾക്ക് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും കുടുംബത്തിലായാലും നിങ്ങളെല്ലാവരും ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അവരോട് എന്ത് ചെയ്താലും അവർക്ക് കുഴപ്പമില്ല, അവർ ക്ഷമിച്ചോളും എന്നൊരു ചിന്തയാണ് മറ്റുള്ളവർക്ക്. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എനിക്കൊന്നിനും കഴിയില്ലേ, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ തീർന്നു പോകുമോ എന്നൊക്കെയുള്ള ഒരു ഭയം പലപ്പോഴും നിങ്ങളെ വേട്ടയാടാറുണ്ട്. പ്രണയത്തിലായാലും വിവാഹ ജീവിതത്തിലായാലും അർഹിക്കുന്ന ഒരു പരിഗണന കിട്ടാത്തതിൻ്റെ ഒരു സങ്കടം എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്. സാമ്പത്തികമായി പലപ്പോഴും നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടാകും. എന്നാൽ നിങ്ങളുടെ അമിതമായ പേടിയും അമിത ചിന്തയും കാരണം ആ അവസരങ്ങൾ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ടാകും. പക്ഷേ ഇനി അതൊന്നും ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട, ഭയപ്പെടേണ്ട. നിങ്ങളുടെ കാത്തിരിപ്പിന്റെ കാലം അവസാനിക്കുകയാണ്. വളരെ സാവധാനത്തിൽ എന്നാൽ വളരെ സുരക്ഷിതമായ ഒരു ഉയർച്ചയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. വളരെ പെട്ടെന്നുള്ള ഒരു മാജിക് അല്ല, മറിച്ച് സ്ഥിരതയുള്ള ഒരു വിജയമാണ് വരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു സ്ഥിരത എന്നിവ വൈകാതെ തന്നെ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ബുദ്ധിശക്തിയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഇതുപയോഗിച്ച് നിങ്ങൾ പല പ്രതിസന്ധികളെയും ഇനി എളുപ്പത്തിൽ മറികടക്കും. സാമ്പത്തികമായി നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഇനി വരുന്നത്. സ്വന്തമായി ഒരു വീട്, വാഹനം ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള വഴികൾ തുറന്നു കിട്ടും. ഇതുവരെ നിങ്ങളെ പുച്ഛിച്ചവർ തന്നെ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ് ഇനി വരുന്നത്. പക്ഷേ ഇതിലേക്ക് എത്തുന്നതിന് മുൻപ് നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. നിങ്ങളുടെ ദോഷങ്ങളിൽ ഒന്ന് എന്നത് നിങ്ങളുടെ മടിയാണ്. ഒരു കാര്യം ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിക്കും, എന്നാൽ നാളെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്നൊക്കെ കരുതി അത് മാറ്റിവെക്കാറുണ്ട്. ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ നിങ്ങൾ നിർത്തിയേ തീരൂ. എന്ത് കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ കാര്യം അപ്പോൾ തന്നെ ചെയ്യാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീടേക്ക് മാറ്റിവെക്കാമെന്ന് കരുതി അത് ചെയ്യാതെ ഇരിക്കരുത്. രണ്ടാമതായിട്ട് നിങ്ങൾ നോ പറയാൻ ശീലിക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടെയോ ബഹുമാനത്തോടെയോ കൂടി എനിക്കത് പറ്റില്ല എന്ന് തന്നെ പറയാൻ നിങ്ങൾ പഠിക്കണം. മറ്റുള്ളവരെ സങ്കടപ്പെടുത്തേണ്ട എന്ന് കരുതി സ്വന്തം സമാധാനം ഇല്ലാതാക്കരുത്. അവരെന്ത് വിചാരിക്കും, എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ പിണങ്ങിപ്പോകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുക. നിങ്ങൾക്ക് പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ അത് പറ്റില്ല എന്ന് തന്നെ നിങ്ങൾ പറയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും ശ്രദ്ധിക്കാത്തവരാണ്. പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ടോ സന്ധികളുമായി ബന്ധപ്പെട്ടോ ഉള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ കൃത്യമായ ഭക്ഷണവും വ്യായാമവും നിങ്ങൾ ശീലമാക്കേണ്ടതുണ്ട്. ഒരു ഇൻസ്പിറേഷനായി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരു ആനയെ പോലെയാണ്. ആനയ്ക്ക് സ്വന്തം ശക്തിയെക്കുറിച്ച് അറിയില്ല എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് നിങ്ങളും. നിങ്ങളുടെ ഉള്ളിലെ കഴിവ് അപാരമാണ്, പക്ഷേ നിങ്ങൾ അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം.
ഇന്നു മുതൽ നിങ്ങളുടെ ചിന്താരീതി മാറ്റുക. പഴയ കാര്യങ്ങളോർത്ത് സങ്കടപ്പെടാതെ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് ഈ ലോകത്ത് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ജനറലായ ഒരു റീഡിംഗ് മാത്രമാണ്. നിങ്ങളുടെ നക്ഷത്രവും രാശിയും ജനന സമയവും അടിസ്ഥാനമാക്കി നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സമയങ്ങളെക്കുറിച്ചും ദശാസന്ധികളെക്കുറിച്ചും കൃത്യമായ ദോഷപരിഹാരങ്ങളെക്കുറിച്ചും കൂടുതലായി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആത്മീയ ആസ്ട്രോ കൺസൾട്ടൻസിയുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ പ്രത്യേകമായ കഴിവുകളും ഭാഗ്യങ്ങളുമുണ്ട്. അത് കൃത്യമായി കണ്ടെത്തി ജീവിത വിജയം നേടാൻ ആത്മീയം ആസ്ട്രോ കൺസൾട്ടൻസി നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് കമന്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സ്പിരിച്വൽ ജേർണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.